കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴ ആരോപണത്തിൽ ആരോപണ വിധേയനായ വിധികർത്താവ് PN ഷാജിയുടെ മരണം ദുരൂഹമെന്ന് കുടുംബം. മകനെ കുടുക്കിയതാണെന്നും പണം വാങ്ങിയിട്ടില്ല എന്ന് മകൻ കരഞ്ഞു പറഞ്ഞിട്ടുണ്ടെന്നും ഷാജിയുടെ അമ്മ ലളിത പറഞ്ഞു. അതേസമയം ഷാജിയെ കുടുക്കിയത് അടുത്ത സുഹൃത്തുക്കളെന്ന് സഹോദരൻ അനിൽകുമാർ കുറ്റപ്പെടുത്തി. ഇന്ന് തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് PN ഷാജിയെ ഇന്നലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷാജിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. എന്നോട് അന്ന് വന്ന പാട് പറഞ്ഞ്, അമ്മേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ കാലും പിടിച്ച് എൻ്റെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് അത് പറഞ്ഞു. അമ്മേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇതന്നെ ആരും കുഴപ്പം ഇതാക്കിയതാന്ന്. ഈ ദിവസം അത്ര 3 ദിവസവും ഇതന്നെ പറയല്. ആളെയൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, അപ്പം ചോദിച്ചിന് മുഖമെല്ലാം കണ്ടിട്ട് ഞാൻ പറഞ്ഞ് അടിച്ചിട്ടൊന്നുമില്ലാന്ന്. മുഖത്ത് ഇവിടെയെല്ലാം കരുവാളിച്ചിട്ട് കണ്ടിന്, അടിച്ചിനും അടിച്ചിട്ടില്ലെന്ന് എനിക്ക് പറയാൻ പറ്റൂല. ഈ കോഴ വാങ്ങുന്നതാണെങ്കിൽ ഇങ്ങനെയാവുമോ മക്കളെ? ഇപ്പോൾ ഒരക്ക് ഒന്നിക്കലും എന്തെങ്കിലും ഒരു മാറ്റം വരിക, അല്ലെങ്കിൽ ഒരു പുറം വേടി എടുക്കുക. ആ നയിച്ചിട്ട് കിട്ടുന്ന പൈസേനെ കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. അവൻ്റെ മുഖത്തൊരു പാടുണ്ട്. അപ്പോൾ ആ പാട് കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിനി അവരെന്തെങ്കിലും ചെയ്തോ, ദേഹോത്രം ചെയ്തതിനോ? ഇല്ല എന്നുള്ളൊരു മറുപടിയാണോ പറഞ്ഞത്. അത് നല്ല ഇതിലല്ലോ എന്നോട് പറഞ്ഞത്. മാനസിക സംഘർഷം അത് ഞാൻ ഇങ്ങനെ തളർത്തിയിട്ടുണ്ടാവുക. കാരണം ഇതുവരെ ഒന്നും കേൾക്കാത്തതാണ്. ഞാൻ ചോദിച്ചപ്പോൾ അവൻ എന്നോട് സത്യമായിട്ട് പറഞ്ഞതാണ്, ഞാനിതിൻ്റെ നിരപരാധി. എന്നെ പല ആളും സമീപിച്ചിന്, എന്നെ വിളിച്ചിന് ഫോണിൽ. കാരണം ഇതിന് ജഡ്ജസിൻ്റെ ഇതിൽ മുന്നേ പോയ സമയത്തും ഫോൺ ഇവരെ യൂസ് ചെയ്യുന്ന സമയത്ത് ഫോൺ എടുക്കലൊന്നുമില്ല, മെസ്സേജും വന്ന് ഇങ്ങനെ നോക്കുകയെന്നല്ലാതെ എടുത്തിട്ട് മറുപടി ഒന്നും കൊടുക്കലില്ല പോലും. കുടിക്കിയതാന്ന് പറഞ്ഞത്. അടുത്ത സുഹൃത്തുക്കളാണ് തന്നെ പറഞ്ഞത്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകാനായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സുനിൽ, വലിയ ആരോപണങ്ങളാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന്, അമ്മയുടേതായാലും സഹോദരന്റെ ഭാഗത്തു നിന്നായാലും വരുന്നത്. എന്താണ് വാർത്തയുടെ സത്യാവസ്ഥ? അമൃത, കോഴ ആരോപണം ഉയർന്നതിന് ശേഷം ഷാജി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. പ്രത്യേകിച്ച് മാതാവും സഹോദരനും ഒക്കെ പറയുന്നു. അതിനുശേഷം വലിയ സമ്മർദ്ദത്തിലേക്ക് പോയി. മാത്രമല്ല മുറിയിൽ അടച്ചിട്ട് ഇരിക്കുകയായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം തനിക്കില്ല എന്ന് മാതാവിനോടും കുടുംബാംഗങ്ങളോടും ഷാജി പറഞ്ഞിരുന്നു. ചിലരൊക്കെ സമീപിച്ചിരുന്നു. പക്ഷെ ഇത്തരത്തിൽ ഏതെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടില്ല. ചില ആളുകൾ, അടുത്ത സുഹൃത്തുക്കൾ കുടുക്കിയതാണ്. മനഃപൂർവ്വം ഒരു ആസൂത്രിതമായ ശ്രമം ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 6:25 ഷാജിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. മൃതദേഹം കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണ് ഉള്ളത്. 12 മണിയോടുകൂടി മൃതദേഹം സംസ്കരിക്കും പയ്യാമ്പലത്ത് എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഒരുപക്ഷെ കുടുംബം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ പ്രത്യേക പരാതി നൽകാനുള്ള സാധ്യതയുമുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരനടക്കമുള്ളവർ അത്തരമൊരു സൂചന നമ്മൾ സംസാരിക്കുമ്പോൾ നൽകിയിരുന്നു. ഇന്നലെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ 6:25 ഷാജിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മൃതദേഹത്തിനൊപ്പം ഒരു സൂയിസൈഡ് നോട്ടും ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഇതിൽ കുടുക്കിയവരെ ദൈവം ശിക്ഷിക്കട്ടെ എന്നും തനിക്ക് ഈ സംഭവവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ല എന്നും എഴുതിയിരുന്നു. ഏതാണ്ട് 35 വർഷത്തോളമായി ഷാജി ഈ വിവിധ മത്സരങ്ങളിൽ ജഡ്ജായി പോകുന്ന ആളാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് വിവാദമായ സംഭവം ഉണ്ടാവുന്നത്. പുലർച്ചെ മാർഗംകളി മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ കോഴ ആരോപണം ഉയരുന്നു. ചില ഓഡിയോ ക്ലിപ്പുകൾ, ചില വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെതെന്ന രീതിയിൽ പ്രചരിക്കുന്നു. അതേ തുടർന്ന് SFI ഭരിക്കുന്ന യൂണിയൻ ഭാരവാഹികൾ ഇദ്ദേഹത്തെ അവിടെ തടഞ്ഞു വെക്കുന്നു. അതിനുശേഷം പോലീസിൽ വിവരം അറിയിച്ചു. കന്റോൺമെന്റ് പോലീസ് എത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇദ്ദേഹത്തിനൊപ്പം മറ്റ് 2 പേർ കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ഇന്ന് കന്റോൺമെന്റ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ, അതിന് തൊട്ട് തലേന്നാണ് ഇന്നലെ വീട്ടിൽ മരിച്ച നിലയിൽ ഷാജിയെ കണ്ടെത്തുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ദുരൂഹത കുടുംബം ആരോപിക്കുന്നുണ്ട്. ആരെങ്കിലും മർദ്ദിച്ചു എന്ന് കൃത്യമായി കുടുംബം പറയുന്നില്ല. പക്ഷേ ഷാജിയും അങ്ങനെ മർദ്ദിച്ചു എന്ന് പറയുന്നില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ മുഖത്ത് പാടുകൾ ഉണ്ടായിരുന്നു. ഈ സംഭവം ആസൂത്രിതമായി ഈ ആരോപണം ഉയർന്നതാണ്. അതിന് പിന്നിൽ ചില ആളുകൾക്ക് പങ്കുണ്ട്. അതൊക്കെ വ്യക്തമാവണം, പുറത്തു വരണമെന്നാണ് കുടുംബം പറയുന്നത്. സുനിൽ, പിന്നിൽ ഇയാളുടെ സുഹൃത്തുക്കളാണ് എന്ന് സഹോദരൻ പറയുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ്?
അമൃത, ഇത് സുഹൃത്തുക്കൾ എന്നതിനപ്പുറത്തേക്ക് ഏത് സുഹൃത്തുക്കൾ, എന്തിന് എന്നത് സംബന്ധിച്ചൊന്നും ഒരു കൃത്യമായ ഉത്തരം അവരുടെ കയ്യിലില്ല. ഈ ഷാജിയുമായി സംസാരിച്ചതിൽ നിന്ന് കിട്ടിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് സഹോദരൻ പറയുന്നത്. പക്ഷെ എന്തായാലും ഇതിൽ വിശദമായ ഒരു അന്വേഷണം വേണമെന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. അത് പരാതിയായി തന്നെ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ പോലീസിൽ നൽകാനും കുടുംബം തീരുമാനിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും പരാതി നൽകുക. ശരി.